ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയാണോ വിശേഷം? നമ്മൾ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ സാരി ലുക്ക് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരു സാരി മേക്കപ്പ് ലുക്കാണ്. ആൻഡ് ദി ബെസ്റ്റ് പാർട്ട്, സ്പെഷ്യൽ പാർട്ട് ഞാനിന്ന് കൊടുക്കുന്നത് നമ്മുടെ നായികയുടെ സ്വന്തം സാരിയാണ്. നായികയുടെ ലോഞ്ചിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ലോഞ്ച് വീഡിയോയിൽ അവസാനം ഞാനൊരു പിങ്ക് ആൻഡ് പീച്ച് ഷെയ്ഡിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേര് ആ സാരീനെ കുറിച്ചിട്ട് ചോദിച്ചു. അപ്പം നമ്മളത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ നായികയുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് സാരി ലുക്കാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് റെഡി ആവാം. ആസ് ഓൾവേസ് എല്ലാ മേക്കപ്പ് ലുക്കിന് മുന്നേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു മോയ്സ്ചറൈസർ ആദ്യം ഇടണം, എന്നിട്ട് നമുക്ക് സ്കിൻ പ്രെപ്പ് ചെയ്യാം. ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ എന്ത് മോയ്സ്ചറൈസർ ഇട്ടാലും നമ്മുടെ ഫേസിൽ ഒരുമാതിരി സ്റ്റിക്കി ആൻഡ് ഹെവി ഫീൽ തോന്നും. ഐ ഹേറ്റ് ദാറ്റ്. എൻ്റെ സ്കിന്നിന് ഹൈഡ്രേഷൻ എന്തായാലും ആവശ്യമാണ്, പക്ഷെ എനിക്ക് ആ ഒരു ഗ്രീസി ഫീലിംഗ് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അക്വലോജിക്കയുടെ ഈ ഒരു ഇല്യൂമിനേറ്റ് പ്ലസ് ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഗെയിം ചേഞ്ചർ ആണ് ഫോർ ദാറ്റ് ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി hydration. Wow, look at this texture. It's so light and water-like. It literally jiggles, and the best part, no chip. ഇതുണ്ടല്ലോ ഇൻസ്റ്റന്റ്ലി അബ്സോർബ് ചെയ്യും ആൻഡ് എൻ്റെ സ്കിൻ ഒരു 24 hours നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും വിത്തൗട്ട് ഫീലിംഗ് ഹെവി. നോ ഗ്രീസി റെസിഡ്യൂ, ജസ്റ്റ് പ്യുവർ ഹൈഡ്രേഷൻ. സീക്രട്ട് എന്താന്ന് പറഞ്ഞിട്ട് ഇതിലുള്ള ഹൈഡ്രോണിക് ആസിഡ് ഉണ്ടല്ലോ നമുക്ക് ഡീപ്പ് ഹൈഡ്രേഷൻ തരും. ഇതിൽ ആൽഫ ആർബുറ്റിൻ ഉണ്ട്, അത് നമ്മൾ സ്കിൻ ടോൺ ഈവൻ ഔട്ട് ചെയ്യും. പിന്നെ ഇതിലുള്ള ബെറീസ് നമ്മളുടെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ബ്രൈറ്റൻ അപ്പ് ചെയ്യും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഇതിന് 399 rupees ഉള്ളൂ കേട്ടോ. സച്ച് സ്റ്റീൽ ഫോർ എ മോയ്സ്ചറൈസർ ദാറ്റ് ഡസ് ഇറ്റ് ഓൾ. ഗൈസ്, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ആ ഗോ ടു മോയ്സ്ചറൈസർ, എൻ്റെ ഫേവറേറ്റ്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെവിനെസ് ഒന്നും ഇല്ലാതെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, യൂസ് മൈ കോഡ് NIMI2025 to get 20% discount on Ecologica's website. മോയ്സ്ചറൈസർ കഴിഞ്ഞു, ഇനി ഞാൻ നല്ലൊരു പ്രൈമർ ഇടുകയാണ് കേട്ടോ. കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ട് തിരിച്ചു വന്നത് നമ്മുടെ ചാനലിലേക്ക്. സോ എപ്പോഴും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് മേക്കപ്പ് വീഡിയോസ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ അതൊക്കെ നിന്നു. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നായികക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ സാരി മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാം. ഇന്നിപ്പോൾ ഈ മേക്കപ്പ് വീഡിയോയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സാധാരണ നിങ്ങൾ എൻ്റെ അടുത്ത് വഴക്കൂടുന്ന കാര്യമാണ് ബാക്കി പ്രൊഡക്ട്സിന്റെ കാര്യമൊന്നും പറയുന്നില്ല എന്ന്. ആ പരാതി തീർക്കാൻ ലാസ്റ്റ് ടൈം ഒരു നോൺ സ്പോൺസേർഡ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലെ, പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട്. അപ്പൊ അത് കാണുക. അപ്പൊ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എനിക്കിപ്പം കുറേ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ഫേസിൽ, ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. സ്ട്രെസ് കൂടുന്നതനുസരിച്ച് ബ്രേക്ക്ഔട്ട്സ് വരും. വർക്ക് കൂടുമ്പോൾ എനിക്ക് സ്ട്രെസ് കൂടുമ്പോൾ എനിക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. അതാണ് എൻ്റെ ഒരു പാറ്റേൺ. ഈ പാറ്റേൺ തന്നെ ഓവർ ദി ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉറക്കം കുറയുമ്പോൾ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് വരും. അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ആ ഒരു ഹെവി ലുക്ക് ഇഷ്ടമല്ല. അപ്പം ഹെവി ലുക്കിലേക്ക് തൽക്കാലം ഞാൻ പോണില്ല. നമുക്കൊരു സിമ്പിൾ ലുക്ക് പിടിക്കും. ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഇടുകയാണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. കൺസീലർ ഇട്ടിട്ട് ആദ്യം കവറേജ് വേണ്ട സ്ഥലത്തൊക്കെ കവർ ചെയ്യും, എന്നിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ ഇടും. ബിക്കോസ് ഇത് നമുക്ക് ലൈറ്റ്, അതായത് സ്കിൻ പോലത്തെ ഒരു ഫീലാ തരിക. കൂടാതെ നമുക്ക് ബ്രീത്തബിൾ ആയിട്ട് തോന്നും ആൻഡ് ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരുന്ന പോലെ തോന്നും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഗോ ടു ഫൗണ്ടേഷൻ ആണിത്. ഇനി ഈ ഒരു അണ്ടർ ഐ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കമന്റ് ചെയ്യണേ, നായികയുടെ സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ വിഷു ലോഞ്ച് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? സോ ഇഷ്ടായോ? നമ്മുടെ വെബ്സൈറ്റ് ഉടനെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും കേട്ടോ. കുറച്ച് സാരീസ് ആദ്യം ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് വേണം നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസിലി ഓർഡർ പ്ലേസ് ചെയ്യാം. വിഷുവിന് ഷൂട്ട് ചെയ്ത സാരി ലുക്സിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വ്ളോഗ് പോലെ, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ വിഷു ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സാരീസ് ഒക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് അത് ആര് കാണാനാന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പിന്നെ എഡിറ്റിന് ഇരിക്കാത്ത കേട്ടോ. ഒരുപാട് തിരക്കായി പോയി. ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഞാൻ ഇത് വെച്ച് ഫില്ല് ചെയ്യാണ്. മസ്കാര മൊഡ്യൂർ നാച്ചുറൽ ബ്രോ ഷേപ്പർ.
ഇതാകുമ്പോൾ നമ്മുടെ ബ്രോസ് കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് തരും. എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യമാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനത് എപ്പോഴും ലാസ്റ്റിലേക്ക് വെക്കും. ചെറുതൊക്കെ തീർത്തിട്ട് അവസാനം ചെയ്യാം. നമുക്ക് ലിപ്പ് ലൈനർ ഇടാം കേട്ടോ. ഇതൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ലിപ്പ് ലൈനർ ആണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതെന്താന്ന് പറയുമോ, നമുക്കൊരു ഫുള്ളർ ലിപ്പ് ഫീൽ തരും. ലിപ്പ് കുറച്ചുകൂടി കോൺടോർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ആയിട്ട്. അതിൽ മടിയൊന്നും വിചാരിക്കണ്ട. ഇതൊരു ലിപ്പ് ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. അപ്പോ ലിപ്പ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സൂചി കുത്താനൊന്നുമില്ല. ഇത് ഒരു ഗ്ലോസ് പോലത്തെ ഒരു സാധനമാണ്. പ്ലം ചെയ്യും, ലിപ്പ് പ്ലംപ് ചെയ്യും നമ്മുടെ. അത്രയേ ഉള്ളൂ. നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. എന്റെ പുതിയ ഐ ഷാഡോ പാലറ്റ് ആണ് ഗൈസ്. വാവ്, ബ്യൂട്ടിഫുൾ ലുക്കിംഗ് പാലറ്റ്. അപ്പം ഇതിലൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അത് നമുക്ക് ഇടാം. കുറച്ച് ഗ്ലിറ്റേർഡ് ആയിട്ടുള്ളത്. ദാറ്റ്സ് മൈ ഫേവറേറ്റ്. ഈ പിഗ്മെന്റേഷൻ കണ്ടോ, വാവ്. സോ ഇതൊരു പ്രീമിയം പാലറ്റ് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് അധികം. പക്ഷേ ഞാൻ വാങ്ങിച്ച്, കാരണം ഒരു 3-4 വർഷത്തിലാണ് ഞാനൊരു ഐ ഷാഡോ ചേഞ്ച് ചെയ്യുക പാലറ്റ്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ ഞാൻ നല്ല പിഗ്മെന്റേഷൻ ഉള്ള നല്ലൊരു പാലറ്റ് തന്നെ എടുത്തു. എനിക്ക് ഒരുപാട് ഐ ഷാഡോയിലിട്ട് കളിക്കാൻ അറിയില്ല. ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിലും അത് ചെയ്യാൻ അറിയില്ല ഗൈസ്. ഇതിങ്ങനെ ഒന്നും അല്ലടാന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. ഒരു ചെറിയൊരു ഗ്ലിറ്റർ കൊടുക്കും, ആ മതി. എന്തിനത് നമ്മളിത് തെളിയിക്കാനാ? ഒന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അല്ലാതെ എനിക്ക് അറിയാൻ മേലാത്തോണ്ടല്ല. ഇനി ഒരു ബ്രൗൺ കാജൽ വെച്ചിട്ട് ഞാൻ മുകളിൽ ഒന്ന് ലൈൻ ചെയ്യാണ് കേട്ടോ. കണ്ണിനൊരു ഡെഫിനേഷൻ തോന്നണമെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുത്തേ പറ്റുള്ളൂ ഗൈസ്. ഇനി കാജൽ ഇടാം. ഇത് എൻ്റെ ഒരു ടിപ്പാട്ടോ. ഐ ഡു ദിസ് ഓൾ ദ ടൈം. കണ്ണ് കുത്താണ്ട് നോക്കണേ. അയ്യോ, ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ആർക്കെങ്കിലും അറിയോ അല്ലേ? നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇതൊക്കെ. ഭംഗിയാവാൻ ഇത് ഞാൻ ഇങ്ങനെ കണ്ണിന് വാലിടും ജസ്റ്റ്. പക്ഷെ അതെപ്പം കൊള്ളാവും, ഞാൻ മായ്ച്ചാളയും. ഇതേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, കണ്ണ് ചെയ്യണ സമയത്ത്, ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇത് കൂടെ വെക്കുക. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കൂട്ടാനും ഒക്കെ ഇത് മതി. ബ്രഷ് വേണമെന്നൊന്നുമില്ല. ബ്രഷിനേക്കാളും സുഖമുള്ള പരിപാടിയാണ് നമ്മുടെ ഇയർബഡ്സ്. ഞാൻ എപ്പോഴും ബ്ലാക്ക് കൊണ്ട് അകത്ത് കൊടുത്തിട്ട് ബ്രൗൺ കൊണ്ട് പുറത്തൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ കണ്ണൊന്ന് യെസ് കൊണ്ടുവിടാം. ഇനി നമുക്ക് മസ്കാര ഇടാം. ഞാൻ ഇതേ ചെറിയൊരു ടെയില് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് പറ്റാത്തോണ്ട് ഗോപു ചെയ്തെന്ന്, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു ഗോപു. പിന്നെ മസ്കാര ഇടാം. മസ്കാര ഞാൻ ആദ്യമൊക്കെ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ലെൻസ് വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനതങ്ങ് നിർത്തി, കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഊരി കഴിയുമ്പോൾ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ. ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ കണ്ണിന്റെ കളറിന്റെ അത്ര ഭംഗിയുണ്ടല്ലോ വേറെ ഒരു ലെൻസിനും ഇല്ല. പ്രത്യേകിച്ച് സാരി കൊടുക്കുമ്പോൾ ലെൻസ് ഇടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ലുക്ക് തരും അത്, അല്ലേ? ജസ്റ്റ് ദേ ഈ ടോപ്പിൽ ഒന്ന് വരച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ജോ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒരുപാട് നെറ്റിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. കോൺടൂർ നമ്മൾ പല രീതിയിൽ ചെയ്യുമ്പോൾ പല ലുക്ക് വരും നമ്മളുടെ ഫേസിൽ. അപ്പൊ അത് കുറച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 2 ലൈൻ ഒന്നിങ്ങനെ ചുമ്മാ ചെയ്തു കൊടുത്താൽ മതി. ഇത് നല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് കോൺടൂർ സ്റ്റിക്ക് അല്ല, ഫൗണ്ടേഷൻ സ്റ്റിക്കിന്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഭയങ്കര ലൈറ്റ് ആണ്, ഒരു വാം ടോൺ തരും നമ്മളുടെ സ്കിന്നിന്. ആ ഒരു ഡാർക്ക് ടോൺ അല്ല തരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലധികം എക്സ്പെരിമെന്റ് ചെയ്യാറില്ല. ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമായത് ഞാൻ അത് തന്നെ വെച്ചിട്ടാണ് കുറെ കാലമായിട്ട് കോൺടൂർ ചെയ്യുന്നത്. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഡിഫൈൻഡ് ലുക്കില്ലേ? ഇതാണ്. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. പേടിക്കണ്ട, സ്മഡ്ജ് ചെയ്യും. ഇത് ഒലിച്ചിറങ്ങുന്നതിന് മുന്നേ സ്മഡ്ജ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഓക്കെ ഗോട്ട് ഇറ്റ്. മൈ ഗോഡ്,
ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഈ ഒരു ബ്ലഷ് ഉണ്ട്, ലിക്വിഡ് ബ്ലഷ് ഉണ്ട്. ഇതൊരു ചീക്ക് ടിന്റ് ആണ്. ഞാൻ അതാണ് എപ്പോഴും ലിക്വിഡ് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ബ്ലഷ് തന്നെയാണ്, ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ്. ദെൻ പൗഡർ ബ്ലഷ് ഇടും. ഇനി എന്റെ ഗോ ടു ലിപ്സ്റ്റിക്. നമ്മുടെ സാരി ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ്, അതുകൊണ്ട് ഈ ഒരു ലിപ് ഷെയ്ഡ് ഇടാം. സോ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ്, ഇപ്പൊ എന്ത് ലിപ് ഷെയ്ഡ് ഇടുന്നെങ്കിലും അത് അകത്ത് മാത്രം, ഈ ലിപ്പിന്റെ ഇന്നർ പാർട്ടിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് പുറത്ത് ഒരു ഡാർക്ക് ബ്രൗൺ, അതായത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ടോണിലുള്ള ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കും. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും ഏത് കളർ ലിപ് ഷെയ്ഡ് ഇട്ടാലും. എന്നിട്ട് ഒരു ഗ്ലോസ് ഇടാം. ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇട്ട മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ ഒരു പെർഫെക്ഷൻ അവിടെ നിൽക്കും ഫേസിൽ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ. മാത്രമല്ല നമുക്ക് ഒരു ഗ്ലോ, ഇതിന്റെ ബേസ് ഗ്ലോയി ആയതുകൊണ്ട് ഒരു ഗ്ലോ കിട്ടും ഫേസിലെ. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി സാരി ഉടുക്കണം, ആക്സസറീസ് ഇടണം, പൊട്ട് വെക്കണം. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം അല്ലേ. സാരി ഉടുത്തിട്ട് വരാം കേട്ടോ. സോ മൈ ഡിയേഴ്സ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഫൈനൽ ലുക്ക്, എൻ്റെ ഫേവറേറ്റ് സാരി ലുക്ക്. ആൻഡ് ഇതെൻ്റെ ഫേവറേറ്റ് സാരി ഫ്രം നായിക. അപ്പോൾ എന്തായാലും സിമ്പിൾ ലുക്കാണ്, ഒരുപാട് ആക്സസറൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞ് കമ്മല്. ഈ ഇയറിംഗ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു കുഞ്ഞ് ഇയറിംഗ്. ദെൻ ഒരു വള ഗോൾഡൻ കളറിൽ വരുന്ന ഒരു കുഞ്ഞ് ബിന്ദി, നമ്മുടെ പൊട്ട് പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. പിന്നെ ഈ സാരിയുടെ കളർ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ എന്താ പറയുക, ഈ ഒരു ഗോൾഡൻ സെറി ബോർഡർ വിത്ത് ദിസ് പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഇസ് ബ്രെത്ത് ടേക്കിംഗ് എന്ന് ഞാൻ പറയും. കാരണം ഇപ്പൊ ഏത് ഫംഗ്ഷൻ വന്നാലും ദിസ് മൈ തേർഡ് ടൈം വെയറിംഗ് ദിസ് സാരി. അതും 3 ഫംഗ്ഷനാണ് ഞാൻ ബാക്ക് ടു ബാക്ക് കൊടുത്തിട്ട് പോയത്. നമ്മുടെ വെതറിന് ഭയങ്കര കംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാണ് ഇതെനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്ക് ആ ഒരു സാരി ഉടുക്കുമ്പോഴുള്ള ആ ഒരു ഹെവി ഫീലിംഗോ ഒന്നുമില്ല. ഇറ്റ് ഫീൽ ലൈക്ക് നോ ഫെദർ പോലത്തെ ഒരു മെറ്റീരിയലാണ് നമ്മുടെ മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു സാരി. ഓൾ റൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് ലുക്കാണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. മോർ സാരി ലുക്സ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ട്, നമ്മുടെ കളക്ഷൻ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ബിലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ബൈ.